അത് തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഏകദേശം 1000-ഓളം വരുന്ന ആളുകളായിട്ടാണ് ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അതൊരു 10 ആള് ഈ ലൈവ്, ഇപ്പം ഞാൻ ഈ ലൈവ് റെക്കോർഡിങ്ങിൽ ഇട്ടിട്ട് അത് പോസ്റ്റ് ചെയ്താൽ പോലും ഒരുപാട് ആളുകൾ അത് കാണുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് മാറ്റർ. ഇപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്ന ആളുകൾക്ക് അറിയാം, എനിക്ക് സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് വിക്കുണ്ട്. ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്താണെങ്കിലും എൻ്റെ കോളേജ് ലൈഫിലാണെങ്കിലും സ്കൂൾ ലൈഫിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ എനിക്ക് ഈ വിക്ക് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഇന്ന് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് എനിക്കൊരു ക്യാമറ ഫേസ് ചെയ്തിട്ട് ഇതിൽ എത്ര ആൾ വരുന്നുണ്ടെന്നൊന്നും എൻ്റെ മാറ്റർ അല്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഒരു 7 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 6:50 മുതൽ 6:55 മുതൽ എണീക്കാൻ തുടങ്ങിയാൽ തന്നെ അവിടെ പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആളാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒരുപാട് കോണ്ടന്റുകൾ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ്, ഇപ്പം നിങ്ങൾ ഏജ് എത്രയാണോ അവിടെ നിന്നും അടുത്ത 5 വർഷം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റും. 6 മാസം കൺസിസ്റ്റന്റ് ആയി പോകുന്ന ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരവരുടെ ഫിറ്റ്നസ് ജേണി, അവരവരുടെ ഫിസിക്കിനെ ഡോക്യുമെന്റ് ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ ബ്രാൻഡ് കൊളാബറേഷൻ ആണത്. ഇത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ നിങ്ങൾ റീച്ച്, നിങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടുന്നു, എത്ര കമന്റ് കിട്ടുന്നു, എത്ര വ്യൂസ് കിട്ടുന്നു, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഒന്നും ഇന്ന് ബോധർ ചെയ്യണ്ട. ഈവൻ ദോ നിങ്ങളെ ക്വാളിറ്റി ഓഫ് ദ കോണ്ടന്റ് പോലും നിങ്ങൾ ബോധർ ചെയ്യണ്ട. ജസ്റ്റ് ഡോക്യുമെന്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ.